ഹായ് ഗായ്സ്, ആർട്ടോ ഷിബുവിൻ്റെ പുതിയ ഒരു വീഡിയോ കൂടെ ഇതിൽ പോസ്റ്റ് ചെയ്യുകയാണ്. ഇത് നമ്മുടെ മീൻ മാർക്കറ്റിൻ്റെ രണ്ടാം പാർട്ടാണ്. ഇന്ന് വരെ പലരും കാണാത്ത പലതരം പല നിറത്തിൽ ഉള്ള മത്സ്യങ്ങളെ നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാൻ സാധിക്കും. അത്ഭുതകരമായ രീതിയിലാണ് ഇതിൻ്റെയൊക്കെ ഡിസൈനുകളും കാര്യങ്ങളും. അത് പൂർണ്ണമായിട്ടും കാണാൻ ശ്രമിക്കുക. തീർച്ചയായും ഇതൊരു വലിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും, വലിയൊരു അനുഭവമായിരിക്കും. വലിയ കണവയാണ് ഈ കിടക്കുന്നത്. സാധാരണ നമ്മളെ മാർക്കറ്റിലൊന്നും ഇത്ര വലിയ കണവകൾ നമ്മൾ കാണാറില്ല. ഇന്ന് കണവയുടെ തന്നെ പല വലുപ്പത്തിലും പല രൂപത്തിലുമുള്ള വ്യത്യസ്തമായ ഒത്തിരി ടൈപ്പുകളുണ്ടായിരുന്നു. അതിൽ പല ടൈപ്പാണ്, വലുതും ചെറുതുമായിട്ടുള്ള പല ടൈപ്പുകൾ ഇന്ന് നമുക്ക് വീഡിയോയിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് അയലകളാണേലും ഞണ്ടുകളാണേലും അതുപോലെ ചെമ്മീൻ, പലതരം ചെമ്മീനുകൾ, നമുക്ക് ശംഖ്, അതുപോലെ തന്നെ ചിപ്പി, നമ്മൾ ഇതുവരെ കാണാത്ത ടൈപ്പ് സാധനങ്ങളൊക്കെ നമുക്ക്. ഈ ശംഖിനൊക്കെ നല്ല വലിപ്പമാണ്, ചെറിയ ശംഖൊന്നുമല്ല, ഇത് വലിയ വലിപ്പമുള്ള ശംഖാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇത് ചിപ്പിയാണ്. ചിപ്പി എന്ന് പറയുന്നത് ഭയങ്കര വലിപ്പമുള്ള ഒരു നമ്മളെന്താ പറയുന്നത്, വലിപ്പം നമ്മൾ പറയുമ്പോൾ ഒരു ആണ്ടായിരിക്കുന്ന പാത്രം കണ്ടോ, ആ പാത്രവും ചിപ്പിയുടെ വലിപ്പം കൊണ്ട് നോക്കി ഏകദേശം സെയിം വലിപ്പമാണ്. അത്രമാത്രം വലിയ ചിപ്പികളാണ് അയലകൾ. അതുപോലെ ഇതൊക്കെ നമ്മൾ കണ്ടിട്ടില്ലാത്ത തരം മത്സ്യങ്ങളാണ്. ഇതൊക്കെ വളരെ റെയറായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന മത്സ്യങ്ങളാണ് ഇന്ന് ഇവിടെ ഉള്ളത്. ഇതിൻ്റെ ഒന്നും പേര് എനിക്കറിയില്ല, കാരണം ഞാനിതൊക്കെ ആദ്യമായിട്ട് കാണുകയാണ്. ഇത്ര കളർഫുള്ളായിട്ടുള്ളതും ഈ ടൈപ്പ് മീനുകളൊക്കെ ഞാൻ ആദ്യം കാണുക. പലതരമുണ്ട്. അപ്പോൾ അതുകൊണ്ട് വീഡിയോ പൂർണ്ണമായിട്ടും കാണാൻ ശ്രമിക്കുക. എനിക്കിതിനെക്കുറിച്ച് വിശദീകരിക്കാൻ പോലും പറ്റാത്ത അത്ര കളറുകളും വെറൈറ്റികളും ഉണ്ട്. അതുകൊണ്ട് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. നിങ്ങൾ ഓരോരുത്തരും കാണുക, കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഇതിനകത്ത് എത്ര വെറൈറ്റി ഉണ്ടെന്ന് പോലും എനിക്ക് അറിയത്തില്ല. അത് കണ്ടില്ലേ, കളർ കണ്ടില്ലേ, എന്തെല്ലാം. ഇതൊക്കെ വെള്ളത്തിൽ കിടക്കുമ്പോൾ ഏതായിരിക്കും, ഇതിൻ്റെയൊക്കെ അവസ്ഥ എന്തായിരിക്കും? കരയ്ക്ക് കിടക്കുമ്പോൾ തന്നെ ഈ കളറാണ്. അങ്ങനെ ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള മീനുകളാണ്. കറുത്ത കളറിലുള്ള മീനുകളൊക്കെ ഉണ്ട്. അതൊക്കെ അങ്ങോട്ട് പോകെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞണ്ടുകൾ, നല്ല വലുപ്പമുള്ള ഞണ്ടുകൾ. ഇത് നങ്കെന്ന് പറയുന്ന സാധനം, അല്ലെങ്കിൽ മണൽപൂന്തി എന്നൊക്കെ പറയും, അങ്ങനത്തെ മീൻ. സ്രാവ്, അതുപോലെ തെരണ്ടി. ഇന്നത്തെ ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറൈറ്റി ഐറ്റംസാണ്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് വീഡിയോ പൂർണ്ണമായിട്ടും കാണാൻ ശ്രമിക്കുക. ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. തൽക്കാലം ഒരു മ്യൂസിക് ഇട്ട് നിങ്ങൾക്കിത് കാണാൻ സാധിക്കും. ഇത് കണവയുടെ മറ്റൊരു രൂപമാണ്, മറ്റൊരു ടൈപ്പ് കണവയാണ്. പലതരമുണ്ട്.
ഈ മീൻ മാർക്കറ്റിൻ്റെ ഈ പരിസരം എന്ന് പറയുന്ന ഒരു ടൂറിസ്റ്റ് ഏരിയയാണ്. ഇവിടെ കുറച്ച് വാട്ടർ ഫൗണ്ടനും കാര്യങ്ങളും ഉണ്ട്, ഡാൻസിങ് ടൈപ്പ്. അതുപോലെ തന്നെ നമുക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങൾ ഒക്കെ ഇവിടെ ഉണ്ട്. വളരെ ഭംഗിയും ആയിട്ടുള്ള. അതിനോടൊപ്പം ഇതിൻ്റെ ഓപ്പോസിറ്റ് ഒരു പാർക്കുണ്ട്. അതായത് ഒമാനിലേക്ക് ഒരു ടൂറിസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഏറ്റവും സിറ്റിയായിട്ട് വളരെ അടുത്തുള്ള ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് ഈ മത്ര എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ മത്ര എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാനിപ്പം. മത്രയുടെ കോർണിഷ് എന്ന് പറഞ്ഞൊരു പോർഷനാണിത്. ഈ ഏരിയയിലാണ് ഞാനിപ്പം ഉള്ളത്. ഇത് തീർച്ചയായും ഒമാനിൽ വരുന്നവർ ഇവിടെ വന്ന് കണ്ടിട്ട് പോകണം. ഇനി ഇവിടുത്തെ ഒരു വീഡിയോ കൂടെ ഞാൻ ഇത് കഴിഞ്ഞിട്ട് ചെയ്യുന്നതായിരിക്കും. ഇവിടെ ഒരു സൂക്കുണ്ട്. ആ സൂക്കും കൂടെ ഞാൻ അടുത്ത ദിവസം തന്നെ ഞാനൊരു വീഡിയോ ചെയ്തിടാം. കാരണം എനിക്ക് എൻ്റെ ഒഴിവ് സമയങ്ങളിൽ ആണ് ഞാൻ ഇങ്ങനെയുള്ള വീഡിയോകൾ എനിക്കൊന്ന് എടുക്കാൻ പറ്റുള്ളൂ. കാരണം ഇതിനു വേണ്ടി ഞാൻ യാത്ര ചെയ്യണം. എന്തായാലും ഞാൻ അടുത്ത ദിവസം ഞാൻ ഈ വീഡിയോ ഇവിടെ ഒരു സൂക്കുണ്ട്, അതും കൂടെ നിങ്ങളെ കാണിക്കാൻ ശ്രമിക്കാം. ഇത് ഒക്കെ വളരെ ഭംഗിയായിട്ട് ഇരിക്കാനായിട്ടൊക്കെ ഉണ്ടാക്കിയിട്ടിരിക്കുന്ന സാധനങ്ങളാണ്. ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റക്കല്ലിൽ തീർത്ത കുറേ മത്സ്യത്തിൻ്റെ ശില്പങ്ങളുണ്ട് ഇവിടെ. അതൊക്കെ നമ്മളിപ്പം ഇവിടെ ഇതിനു വേണ്ടി തന്നെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി തന്നെ ഇറങ്ങി നിന്ന് നമ്മൾ ചെയ്യണം. അപ്പോൾ അതിനുള്ള സമയവും സാഹചര്യവും ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിത് വണ്ടിയിൽ തന്നെ ഇരുന്ന് റെക്കോർഡ് ചെയ്തത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം, അവിടെ ഈ ഭാഗത്തൊക്കെ പാർക്കിംഗ് ഇല്ല. നമ്മൾ വണ്ടി എവിടെയെങ്കിലും പാർക്ക് ചെയ്ത ശേഷം കുറച്ച് ദൂരം നടന്നു വന്നാൽ മാത്രമേ നമുക്ക് ഇവിടെയൊക്കെ ഷൂട്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഞാൻ ഇതെല്ലാം ഉൾപ്പെടുത്തി ഞാനൊരു കുറച്ചും കൂടെ ലെങ്തി ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ചെയ്യാം. കാരണം അതിനകത്താകുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കും. കാരണം നമ്മൾ നിന്നും നടന്നും ഒക്കെ എടുത്താലേ ഉള്ള വീഡിയോ കറക്റ്റ് ആകത്തുള്ളൂ. ഇപ്പോൾ ഇവിടെ കിടക്കുന്നത് യുദ്ധക്കപ്പലാണ്. പക്ഷേ അത് ഈ വണ്ടിയിൽ പോകുമ്പോൾ എടുത്തിട്ടത് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമ്മൾ ഇറങ്ങി നിന്ന് തന്നെ എടുക്കണം, എങ്കിൽ മാത്രമല്ല. ഇത് റോഡ് സൈഡാണ്, ഫുള്ള് മാർബിളിൽ ചെയ്തിരിക്കുകയാണ്. അത്രമാത്രം പൈസ മുടക്കി ചെയ്തിരിക്കുന്നത്. സുൽത്താൻ്റെ 2 കപ്പലുകളാണ് ആ കിടക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഒരു കപ്പൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 2 കപ്പൽ അപ്പുറമായിട്ട് കിടക്കുന്നതിൻ്റെ വീഡിയോ എനിക്കിടാൻ സാധിച്ചിട്ടുണ്ടെന്ന്. പക്ഷേ അത് ഇറങ്ങി നിന്ന് കുറച്ചുകൂടെ കാര്യമായിട്ട് ഷൂട്ട് ചെയ്താൽ കുറേ കൂടെ ഭംഗിയായിട്ട് കാണാൻ പറ്റും. അത് നമ്മുടെ വാച്ച് ടവറാണ്. പഴയ കാലത്തെ മലയുടെ മുകളിൽ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഇതുപോലെ ഈ ഒമാൻ്റെ പല ഭാഗത്തും ഇതുപോലുള്ള വാച്ച് ടവറുകൾ പണ്ടൊക്കെ ഇൻ്റർനെറ്റോ അല്ലെങ്കിൽ അതുപോലെ സംവിധാനങ്ങളൊന്നുമില്ല. അപ്പം രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഇതിനകത്ത് പട്ടാളക്കാർ കയറി നിന്നുകൊണ്ട് ആണ് മൊത്തം അവർ വീക്ഷിക്കുന്നത്. കടൽ മാർഗം ഏതെങ്കിലും ശത്രുക്കൾ വരുന്നുണ്ടോ എന്നൊക്കെ വീക്ഷിക്കാനായിട്ട് ഉപയോഗിച്ചിരുന്ന വാച്ച് ടവറുകൾ ഒക്കെയാണത്. അതൊക്കെ വലിയ കോട്ടകളായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതങ്ങനെ പല ഭാഗത്തും നമുക്കൊന്ന് കാണാൻ സാധിക്കും. ഇവിടെ അടുത്ത് തന്നെയാണ് മസ്കറ്റ് പാലസ് വരുന്നത്. അപ്പോൾ മസ്കറ്റ് പാലസിൻ്റെ അവിടെയും ഇതേപോലെ വാച്ച് ടവറുണ്ട്. അങ്ങനെ പല ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒമാനിലൂടെ അങ്ങോളം ഇങ്ങോളം യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഒത്തിരി സ്ഥലങ്ങളിൽ നമുക്ക് ഇതേപോലുള്ള കാര്യങ്ങൾ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ എല്ലാം വിശ്രമിക്കാൻ വേണ്ടി ആൾക്കാർക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങളും എല്ലാം ഈ റോഡ് സൈഡിൽ ചെയ്തിട്ടുണ്ട്. വളരെ മനോഹരമായിട്ട് വൃത്തിയായിട്ടുമൊക്കെ ഇട്ടിരിക്കുന്ന സ്ഥലമാണ്. അല്ലാതെ ഒമാൻ എന്ന് പറയുന്നത് വളരെ വൃത്തിയുള്ള സ്ഥലമാണ്. കാരണം ഒരു ചപ്പ് ചവറുകൾ നമുക്ക് ഒരിടത്തൊന്നും പെറുക്കിയെടുക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ഒരു പേപ്പർ പോലും നമുക്കൊരു റോഡിൽ നിന്ന് ലഭിക്കില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. അത്രമാത്രം നീറ്റ് ആൻഡ് ക്ലിയറാണ്. ഇപ്പോൾ ഈ അടുത്ത കാണുന്നത് ആണ് സൂക്ക്. പക്ഷേ ഇപ്പോൾ സൂക്കിൽ കയറാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ സൂക്കില്ല. അത് തന്നെയല്ല, അതും കൂടെ കൂട്ടി ഈ വീഡിയോ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഒതുങ്ങില്ല. അപ്പോൾ നമുക്ക് അത് മറ്റൊരു ദിവസം. ഇതാണ് ഞാൻ പറഞ്ഞ ശില്പങ്ങൾ. കാരണം മത്സ്യങ്ങളുടെ ശില്പങ്ങൾ ഒറ്റക്കല്ലിൽ തീർത്ത് ഒറ്റക്കല്ലെന്ന് പറയുമ്പോൾ മാർബിളിൽ തീർത്തതാണ് എല്ലാം. അതൊക്കെ ഒത്തിരി ശില്പങ്ങൾ ഇവിടെ ഉണ്ട്. അതൊക്കെ നമ്മൾ ടൂറിസ്റ്റായിട്ട് വരുന്നവർക്കൊക്കെ വളരെ ഫോട്ടോ എടുക്കാനും കാണാനും ഒക്കെയുള്ള സൗകര്യങ്ങളിവിടെ ഉണ്ട്. ദൂരെ കാണുന്നതാണ് മീൻ മാർക്കറ്റ്. അപ്പോൾ ആ മീൻ മാർക്കറ്റിൻ്റെ വീഡിയോ ആണ് ഞാൻ ആദ്യമേ ഇതിൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്തായാലും ഞാൻ ഈ വീഡിയോയിൽ കാര്യമായിട്ടൊന്നും സംസാരിക്കുന്നില്ല. കാരണം നിങ്ങൾക്ക് ഓരോന്നും കണ്ട് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. എപ്പോഴും പറയുന്ന കണക്ക് തന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. നിങ്ങളുടെ ഓരോരുത്തരുടെ സപ്പോർട്ടാണ് എനിക്ക് മുന്നോട്ടുള്ള എൻ്റെ യാത്രയ്ക്ക് പ്രചോദനമായി മാറുന്നത്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ അധികം സംസാരിക്കുന്നില്ല. നിങ്ങൾ ബാക്കി കണ്ടതിന് ശേഷം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. ഓക്കെ.